ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് കുറച്ച് റാഗിപ്പൊടിയും അരിപ്പൊടിയും ചേർത്ത് നല്ലൊരു സോഫ്റ്റ് പുട്ടുണ്ടാക്കാൻ പോവാണേ. ഞാനിവിടെ 1/2 ബൗള് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 3/4 ബൗള് അരിപ്പൊടി, കുറച്ച് തേങ്ങ. ചുറ്റുപാട് അടപ്പ് വെച്ച് 2 വയണയില അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. വയണയില ഇട്ടാൽ നല്ല മണമായിരിക്കും, നല്ല മണവും ടേസ്റ്റും കിട്ടും. അതുകൊണ്ടാണ് ഇല ഇട്ട് കൊടുത്തത്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കാം. അരിപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങായി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സ്വല്പം ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കി ഇതിന് വെള്ളം ഒഴിച്ചൊന്ന് പൊടി നനച്ചെടുക്കാം. നമുക്ക് പൊടി നനച്ചെടുക്കുമ്പോൾ ഇതേപോലെ കട്ട പിടിക്കുവാണെങ്കിൽ നമ്മൾ ചെറിയ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അല്ലാതെ പുട്ടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. അപ്പോഴും നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ ഒരു ഭംഗിയോ കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് തരിയായിട്ടുള്ള പൊടി കിട്ടും. ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കാൻ പോവാണേ. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. എടുത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് ആ പൊടി ഒന്ന് വാരി ഫില്ല് ചെയ്യാം. നമ്മൾ ഫില്ല് ചെയ്തു പൊടിയെല്ലാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാം. നമ്മുടെ വീടുകളിലൊക്കെ ഇതേപോലെ റാഗിപ്പൊടിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് വല്ലപ്പോഴുമൊക്കെ ഇതേപോലെ പുട്ടുണ്ടാക്കി കഴിക്കാം. നല്ല ഹെൽത്തി ഫുഡാണ്, റാഗിയാണ്. ഷുഗർ ഉള്ളവർക്ക് നമുക്ക് അരിപ്പൊടി ചേർക്കണമെന്നില്ല. ഷുഗർ ഉള്ളവർക്കൊക്കെ ഗോതമ്പ് പൊടിയും റാഗിപ്പൊടിയും കൂടെ മിക്സാക്കി പുട്ടുണ്ടാക്കി കഴിക്കാം. അരിപ്പൊടി ചേർക്കണമെന്നില്ല. അത് നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ഫുഡാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ കൂടി ചെയ്തേക്കണം. താങ്ക് യു.